ഇതുവരെ പെരുന്നാളാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എൻ്റെ ഡ്രസ്സാണ് കേട്ടോ ഗൈസ്. ഇത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇത് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ എടുത്തൊരു ഡ്രസ്സാണ്. എനിക്ക് വളരെ ഇഷ്ടമായി. നിങ്ങളുടെ അഭിപ്രായം, എൻ്റെ ഉമ്മയുടെ അഭിപ്രായം പറയണേ. ഉമ്മയുടെ അഭിപ്രായം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല സെൻറ്റെന്നാണ് ഉമ്മ പറഞ്ഞത്. അപ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ 4 മണി തെണ്ടാൻ പോവാന്ന് വെച്ചാൽ എങ്ങനെ നടക്കും? സാന ബേക്കറിക്കൊക്കെ പോകും കേട്ടോ. സാന ബേക്കറി പറഞ്ഞാൽ ഒരു എന്തോ ഒരു അവിടെ ജ്യൂസും ബേക്കറി അങ്ങനത്തെയൊക്കെ ഒരു ബേക്കറീൻ്റെ ഐറ്റംസാണ്. അവിടെ ഞങ്ങൾ സോഡയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 20 രൂപത്തെ അങ്ങനെ പോയി ഞങ്ങളെല്ലാവരും മഷാരിട്ട് കുടിച്ചു. പിന്നെ ഇതാട്ടോ ഗൈസ്, ഞാൻ ഡ്രസ്സ് കാണിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നബീസ് താത്താൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതാട്ടോ ഞങ്ങളിങ്ങനെ നടക്കായിരുന്നു കേട്ടോ ഗൈസിന്. പള്ളിയിലത്തെ വിശേഷമാണ് ഗൈസ്. എന്താണെന്നല്ലേ പള്ളിയിലത്തെ വിശേഷം പറഞ്ഞാൽ ബലിയറക്കൽ. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. ഞങ്ങൾക്കാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ വലിയ ഷോക്കാട്ടെ കേട്ടോ ഗൈസ്, എൻ്റെ ചെരുപ്പിട്ടിട്ട് അതിൻ്റെ ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ചുറ്റിയിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചുറ്റിയിട്ട് പോവുമായിരുന്നു കേട്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിത് സാനാബാക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സമയം കൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയൊക്കെ കുശലങ്ങൾ പറഞ്ഞിട്ടാണ് നടക്കുന്നത്. പിന്നെ ഇതാട്ടോ ഗൈസ് അങ്ങനെ വീടത്തെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടോ ഗൈസ്. ഇനി കുറച്ചുകൂടെ മാടി നടക്കാണ്ട്. അപ്പോൾ ഇനി ഞങ്ങൾ ഇതാട്ടോ എൻ്റെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് ജെസ. അപ്പോൾ ഗൈസ് ജെസാണ് നിങ്ങൾ ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഗൈസ്? അല്ലല്ലേ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ പള്ളിയിൽ ബിരിയാണി ഉണ്ട് ഗൈസ്. സാന സഫ്രീനെ വിളിക്കാൻ വേണ്ടി പോവാണ്. നോക്കുമ്പോൾ ഉണ്ട് ഗൈസ് ചമ്മി. അവിടെ സാന സഫ്രി ഇല്ല അത്ര കേട്ടോ ഗൈസ്. ആ ബിരിയാണി കഴിച്ചു ഉണ്ട്, വീട്ടിലുണ്ട്, പക്ഷെ അവരില്ലാന്ന്. കാരണം അവർ വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചു. അവരുടെ ബിരിയാണി ചില്ലി ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ജസ്റ്റ് മിസ്സിന് വീഴാതെ രക്ഷപ്പെട്ടത് കേട്ടോ ഗൈസ്. പിന്നെ ഇതാ എൻ്റെ കാലിൽ ചെറിയൊരു തട്ടൽ വന്നു, പക്ഷെ കുഴപ്പമില്ല. വീണ്ടും ഗൈസ് ഞങ്ങൾ ചമ്മി. അപ്പോൾ ഗൈസ് എന്താണെന്നറിയണ്ടായത്, ഞങ്ങൾ പള്ളിക്ക് പോയപ്പോഴത്തേനും അവിടെ ബിരിയാണി ആയിട്ടുണ്ടായിരുന്നില്ല. ഈ മാടാണെന്ന് ഞങ്ങൾ തുറച്ച് നോക്കുമ്പോൾ എനിക്ക് പേടിയാവുകയാണ്. ഒറ്റ മാടിയായിരുന്നു ഇനി വലിയാക്കാനുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നോക്കി പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ആ മാട് ഞങ്ങളുടെ മാട് നോക്കി പേടിപ്പിക്കുകയാണ്. എനിക്കാണെച്ച മാടുകളുടെ പേടിയല്ലേ, അല്ല പേടിയായിട്ട് വയ്യ. അങ്ങനെ ഗൈസ് ഞങ്ങൾ ബലിയർപ്പിക്കുന്ന സ്ഥലത്തെത്തി. മാട് വീടിന് പോലുമില്ല. എനിക്കിങ്ങോട്ട് പേടിയാവുന്നേ കേട്ടോ ഗൈസ്. അങ്ങനെ കേട്ടോ ഞാൻ അതെടുത്തില്ല. അങ്ങനെ മാട് വലിയെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോയി. ബൈ.